സിന്ദൂരത്തിൽ കുളിച്ചു നിൽക്കുന്ന ഹനുമാൻ സ്വാമിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ചില ഫോട്ടോസിലോ ബിംബങ്ങളിലോ ഒക്കെ ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരത്തിൻ്റെ നിറമുള്ളതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂടുതലും നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയാലാണ് ഈ സിന്ദൂര നിറമുള്ള ഹനുമാൻ്റെ ഫോട്ടോസും ബിംബങ്ങളും ഒക്കെ കാണാൻ സാധിക്കുക. ഇതിൻ്റെ പിന്നിൽ വളരെ ഭക്തി നിർഭരമായ ഒരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ? ചില പുരാണങ്ങളിൽ ഈ കഥ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും വാൽമീകി മഹർഷി തന്നെ രചിച്ചു എന്ന് പറയപ്പെടുന്നതായ ആനന്ദരാമായണം എന്ന ഗ്രന്ഥത്തിലാണ് ഈ കഥ വിസ്തരിച്ച് പറയുന്നത്. ഇനി കഥയിലേക്ക് വരാം. കഥ നടക്കുന്നത് അയോധ്യയിൽ വെച്ചാണ്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞു. യാദൃച്ഛികമായി ഒരു ദിവസം ഭക്ത ചക്രവർത്തിയായ ഹനുമാൻ സ്വാമി സീതാദേവിയെ കണ്ടപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. സീതാദേവിയുടെ സീമന്തരേഖയിൽ അഥവാ സിന്ദൂരരേഖയിൽ സിന്ദൂരം അണിഞ്ഞിട്ടുണ്ട്. ഇത് ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിരുന്നു. അമ്മേ, എന്താണ് ഇവിടെ ഇങ്ങനെ സിന്ദൂരം തൊട്ടിട്ടുള്ളത് എന്ന് സീതാദേവിയോട് സംശയം ചോദിച്ചു. അപ്പോൾ സീതാദേവി പറഞ്ഞു, ഇതെൻ്റെ പതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദീർഘായുസ്സിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അദ്ദേഹം വേഗം തിരിച്ചുപോയി അവിടെ കുറേ സിന്ദൂരം ഉണ്ടായിരുന്നതെടുത്ത് തൻ്റെ തലയിലൂടെ ഇട്ടു. മേല് മുഴുവൻ സിന്ദൂരം പൂശി ഈ സദസ്സിലേക്ക്, ശ്രീരാമചന്ദ്രസ്വാമിയും മറ്റനേകം ഭക്തന്മാരും ഇരിക്കുന്നതായ രാജസദസ്സിലേക്ക് ഹനുമാൻ സ്വാമി ഭക്തിയോടെ ചെന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെയും സീതാദേവിയുടെയും കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി വേഗം ഇറങ്ങി വന്ന് തൻ്റെ പ്രിയ ഭക്തനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്തിനാ ഹനുമാൻ ഇങ്ങനെ ശരീരം മുഴുവൻ സിന്ദൂരം പൂശിയിട്ടുള്ളത്? ഇത് എവിടെയെങ്കിലും ഒരു കുറി പോലെ തൊട്ടാ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ എളിമയോടുകൂടി വിനയത്തോടുകൂടി ഹനുമാൻ സ്വാമി പറഞ്ഞ മറുപടി ഇതാണ്: എന്തിനാണ് ഇങ്ങനെ സീമന്തരേഖയിൽ സിന്ദൂരം തൊടുന്നത് എന്ന് ഞാൻ രാവിലെ അമ്മയോട് ചോദിച്ചിരുന്നു. അപ്പോൾ സീതാദേവി എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്: അങ്ങയോട് ഏറ്റവും പ്രേമമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങേക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിനും ദീർഘായുസ് ഉണ്ടാകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ദേവി ഒരല്പം സിന്ദൂരമെടുത്ത് ഇവിടെ ഇങ്ങനെ തൊട്ടാൽ അങ്ങേക്ക് എല്ലാ ഐശ്വര്യവും ദീർഘായുസ്സും ഉണ്ടാകുമെങ്കിൽ ഞാൻ എൻ്റെ ശരീരം മുഴുവൻ സിന്ദൂരത്തിൽ കുളിപ്പിക്കണ്ടേ? കാരണം അങ്ങേക്ക് ദീർഘായുസ് ഉണ്ടാവുകയല്ലേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങ് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയല്ലേ വേണ്ടത്. ഞങ്ങൾക്കൊക്കെ ആഗ്രഹിക്കുമ്പോഴൊക്കെ അങ്ങയെ കാണാൻ സാധിക്കുകയല്ലേ വേണ്ടത്. അതിനു വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു. തൻ്റെ ഭക്തൻ്റെ ഉള്ളിലെ നിഷ്കളങ്കത കണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് ഭക്ത ഹനുമാൻ സ്വാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി അനുഗ്രഹിക്കുകയാണ്. നിനക്ക് എല്ലാ നന്മകളും ഉണ്ടാവും എന്ന് മാത്രമല്ല, എൻ്റെയൊക്കെ കാലശേഷവും നിന്നെ എല്ലാവരും സ്മരിക്കും. അതങ്ങനെയാണല്ലോ, ഭഗവാനേക്കാൾ കൂടുതൽ ഭക്തരെയാണ് ലോകം ഓർക്കുക. അപ്പോൾ നിന്നെ സിന്ദൂരം ചാർത്തി ആര് പൂജിക്കുന്നുവോ അവർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഞാൻ കൊടുക്കുന്നതായിരിക്കും എന്ന് ഭഗവാൻ അന്ന് ഭക്ത ഹനുമാൻ സ്വാമിക്ക് വാക്കും കൊടുത്തു. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹനുമാൻ സ്വാമിയെ സിന്ദൂരം പൂശിയിട്ടുള്ള നിറത്തിൽ നമ്മൾ കാണുന്നത്.